ശ്രീ പി ശ്യാംരാജ് BJP-യെ സംബന്ധിച്ച് ജയസാധ്യതയുള്ള മണ്ഡലമായി നിലമ്പൂരിനെ കൽപ്പിക്കാൻ കഴിയില്ല. ഇതുവരെ അങ്ങനെ ആ തരത്തിലുള്ള ഒരു വോട്ട് വിഹിതം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി 10 മാസമേ ഉള്ളൂ. ഗ്രൗണ്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ BJP-യെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യായി മത്സരിച്ചപ്പോൾ വെറും 8000 വോട്ട് 8595 വോട്ടേ കിട്ടിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ നിയമസഭാ സെഗ്മെന്റിൽ നിന്ന് കെ സുരേന്ദ്രന് താമര ചിഹ്നത്തിൽ 17000-ൽ പരം വോട്ടുകൾ പോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കാണണം. ആ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വോട്ടുകൾ തൊട്ട് മുമ്പുള്ള വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് പോൾ ചെയ്തത്, അതും താമരയിൽ മത്സരിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്താണ് കേരളത്തിന്റെ ഒരു പൊതുവികാരം, ഒരു സ്പെസിമെനായി നിലമ്പൂരിനെ എടുക്കാവുന്നതാണ്. അതിനുള്ള ഗൗരവപൂർണമായ വർക്ക് നടത്തുന്നതിന് പകരം കാൻഡിഡേറ്റ് ഹണ്ട് നടത്തുക, BDJS മത്സരിക്കുമെന്ന് ചോദിക്കുക, പൊതുവായിട്ട് ഇനി കോൺഗ്രസിൽ നിന്നോ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നോ ആരെങ്കിലും കിട്ടുമോ നോക്കുക. അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? അഭിലാഷേ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധ്യതകളുടെ ഒരു കളി കൂടിയാണ്. ഒന്ന് നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ അഭിലാഷ് പറഞ്ഞ രീതിയൊന്നും ഞങ്ങൾ ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടൊന്നുമില്ല. ഇവിടെ എന്താണ്, ഒരു ഇലക്ഷനെ നമ്മൾ സമീപിക്കുന്നത് എങ്ങനെയാണ്? ആ ഇലക്ഷനിൽ കഴിഞ്ഞ ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്നതിനോടൊപ്പം തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സാധ്യതകളെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പോൾ അതിനനുസരിച്ചിട്ടല്ലേ വോട്ടുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുമോ? നോക്കൂ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നിയോജക മണ്ഡലത്തിലാണ് ഞാൻ മത്സരിച്ചത്. അതിനു മുമ്പ് അവിടെ മത്സരിച്ചിരുന്നത് BDJS ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസിലെ അല്ലെങ്കിൽ UDF-ലെ പോലെ ഏതെങ്കിലും ചില സീറ്റുകൾ കുത്തകയായിട്ടോ അല്ലെങ്കിൽ കുടുംബവകയായിട്ടോ ഒന്നും മാറ്റിവെക്കുന്ന സംവിധാനങ്ങളില്ല. ഒരു സാഹചര്യം, ഓരോ തവണത്തെയും സാഹചര്യം അനുസരിച്ചിട്ട് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആരാണോ അവരെ അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ, ഞങ്ങൾ പിന്തുണയ്ക്കുന്ന ആളുകൾ വരുമായിരിക്കാം, ചിലപ്പോൾ ഞങ്ങളുടെ ആളുകൾ വരുമായിരിക്കാം, ചിലപ്പോൾ ഞങ്ങളുടെ സഖ്യകക്ഷികളായിരിക്കാം വരികയായിരിക്കുക. ഇപ്പോൾ ഇതിന് എല്ലാ സാധ്യതകളെ കുറിച്ചിട്ട് ഞങ്ങൾ ചിന്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ BJP-യുടെ ഇലക്ഷൻ മാനേജ്മെന്റുകൾ നോക്കിക്കോളൂ. എല്ലാം നിങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ആളുകളൊക്കെ ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ളൊരു സമയം എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ തരണം. നിങ്ങൾ ആരും അതിനകത്ത് വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങളുടെ ഈ തിരഞ്ഞെടുപ്പിന്റെ നിലപാട് എന്താണെന്നുള്ളത് നിങ്ങളോടും ഈ സംസ്ഥാനത്തെ ജനങ്ങളോടും ഞങ്ങൾ കൃത്യമായിട്ട് പറയുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ രണ്ട് മുന്നണികളും ഈ രണ്ട് മുന്നണിയിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന അൻവറും, അദ്ദേഹം കഴിഞ്ഞ 9 വർഷമായിട്ട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും. എനിക്ക് കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ തീരുമാനങ്ങൾ വരിക തന്നെ ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാവുന്ന ഒരു തീരുമാനം തന്നെയായിരിക്കും. പക്ഷെ അതിന് ഞങ്ങൾക്ക് സമയം വേണം. 2-ാം തീയതി വരെ അതിന് സമയമുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ തോക്കിൽ കയറി വെടിവെക്കാതെ, ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, LDF-നെ പ്രഖ്യാപിക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് വാശി പിടിക്കരുത്. അപ്പോൾ എന്തായാലും വേണ്ട സമയത്ത് വേണ്ടതുപോലെ തന്നെ ഞങ്ങളുടെ നിലപാടുകൾ വരിക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിന്റെയും ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഈ PV അൻവറിനെ എന്തോ വലിയ വികസന നായകനായിട്ടൊക്കെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, എങ്കിൽ പിന്നെ അദ്ദേഹത്തെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ? എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥിയെ തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? അപ്പോൾ ഇതിനിടയിൽ കൂടി PV അൻവറിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നിങ്ങൾ ദയവായിട്ട് നടത്തരുത്. PV അൻവർ നടത്തിയിട്ടുള്ള വികസനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പോക്കറ്റ് വീർപ്പിക്കുക എന്നുള്ളൊരു വികസനം മാത്രമാണ് അൻവർ നടത്തിയിട്ടുള്ളത്. കക്കാടംപൊയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? എത്ര ആരോപണം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്? 2 കുന്നുകൾ. ഈ പരിസ്ഥിതി സ്നേഹമൊക്കെ പറയുന്ന ആളുകൾ ഇപ്പൊ സൈലന്റ് ആണല്ലോ. 2 കുന്നുകളാണ് ഇടിച്ചു തകർത്തത്. 4 തടയണകൾ പൊളിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ അവർക്ക് അതിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഇന്ന് ഈ അൻവറിനെ കുറ്റം പറയുന്ന ഇതേ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ അൻവറിന്റെ തടയണകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് പൊളിച്ചു കളയാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പൊ അതൊന്നും ചെയ്യാതെ ഇതിനിടയിൽ കൂടി ഈ അൻവറിനെ വെളുപ്പിക്കുന്ന കാര്യം കൂടി നിങ്ങൾ നടത്തരുത്. കുറെ കാലം അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. ഇവിടെ നിയമസഭയിൽ സമ്മേളനത്തിന്റെ സമയത്ത് പോലും അൻവറിനെ കാണാനില്ലായിരുന്നു. സ്വർണം കുഴിച്ചെടുക്കാൻ പോയെന്ന് സൗത്ത് ആഫ്രിക്കയിൽ. എന്നിട്ട് എത്ര ടൺ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നു? 25,000 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്നാ പറഞ്ഞ്. എത്ര ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തു? അപ്പോൾ ഇത്തരത്തിൽ നുണകൾ പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച ഈ അൻവറിനെ വെളുപ്പിക്കുന്ന ഒരു നടപടി കൂടി ദയവ് ചെയ്തിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തുടക്കം മുതൽ തന്നെ പറയുന്നത്, ഇത് PV അൻവർ എന്ന് പറയുന്നയാള് അദ്ദേഹത്തിന്റെ അധികാര കൊതിയും അതോടൊപ്പം തന്നെ മറ്റു ചില നിലപാടുകളും കൊണ്ട് ഉണ്ടാക്കിയ
കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാത്ത വെറും 7-8 മാസത്തിന്റെ മാത്രം ദൈർഘ്യമുള്ള അനാവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതാണ് ഞങ്ങൾക്ക് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റെല്ലാ നടപടികളും ഈ വരുന്ന 2-ാം തീയതിക്ക് മുമ്പ് തന്നെ വരിക തന്നെ ചെയ്യും. അത് കേരളത്തിലെ ജനങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു നിലപാടായിരിക്കും ഞങ്ങൾ എടുക്കുക. അതിലൊന്നും യാതൊരു കൺഫ്യൂഷന്റെയോ ടെൻഷന്റെയോ ആവശ്യം കേരളത്തിൽ തൽക്കാലം ഒരു മാധ്യമങ്ങൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം.